ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? ഞാൻ ഇന്ന് കാണിക്കുന്നത് കോവക്ക മെഴുക് പുരട്ടി എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, നല്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ കോവക്ക വിറ്റാമിൻസിൻ്റെയും അതേപോലെ മിനറൽസിൻ്റെ ഒക്കെ ഒരു കലവറയാണ്, അപ്പോൾ നല്ലൊരു ഹെൽത്തിയാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കോവക്ക നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ. പിന്നെ ഞാൻ പാചകം ചെയ്യുന്നതിനിടയിൽ പുറത്ത് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയുണ്ടായി, അതും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. ഇതിൽ നേരൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് കോവക്ക മെഴുക് പുരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കോവക്ക മെഴുക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ കോവക്കയാണ്, നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. കോവക്ക എടുത്ത് ഈ സ്റ്റാർട്ടിങ് പോയിന്റും അതേപോലെ ഈ എൻഡ് പോർഷനും ജസ്റ്റ് ഉള്ളിലേക്ക് നാക്കിയാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് 4 ആക്കി മുറിക്കുക. അപ്പോൾ കുറച്ചൊക്കെ വീതി കൂടുതലാണെങ്കിൽ ഇത് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ റെഡ് കളർ ഉള്ളത് എടുക്കരുത്, ഇത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ എടുക്കാറില്ല, ചിലർ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. റെഡ് കളർ വരുന്നത് എടുക്കണ്ട. നമുക്ക് ആവശ്യം സവാളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവാള നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളി, ഞാനിവിടെ 10 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ശരിക്കും ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഉണക്കമുളകാണ്, ഇത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് ആവശ്യം പച്ചമുളകാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ നമ്മളിത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ ആവശ്യം വെളിച്ചെണ്ണയും ഉപ്പുമാണ് കേട്ടോ. ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെക്കുക, ചൂടായി വന്നാൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പാത്രം ചൂടായി വന്നിട്ടുണ്ട്, ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ ഇതൊരു നാടൻ വിഭവം ആവുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയാണ് ഇതിൽ ടേസ്റ്റ്. അപ്പോൾ എണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയും അതേപോലെ ചെറിയുള്ളി ഒന്ന് പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുളകിൻ്റെ എണ്ണത്തിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരുപാടൊന്നും ചേർക്കണ്ട, ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വാടൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കോവക്ക ഇട്ടുകൊണ്ടും പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം പോകുകളൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കാശ്മീരി ചില്ലി പൊടിയാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിന് പച്ചമണം പോകാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ഒക്കെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് നമ്മുടെ കോവക്ക നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിഷ്ടം നീളത്തിലരിഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ അരിയണ്ടെന്നുണ്ടെങ്കിൽ വട്ടത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തുറന്ന് വെക്കുക. അടച്ചു വെക്കാനായിട്ടില്ല, ഈ കോവക്കയുടെ ഒരു പച്ചമണം ഒന്ന് പോയിക്കോട്ടെ. പിന്നെ നമ്മളിപ്പോൾ തന്നെ അടച്ചു വെച്ചാൽ ഇത് നന്നായിട്ട് വാടുക ചെയ്യുക കോവക്ക. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടച്ചു വെക്കാം. ഈ കോവക്കൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വീടാട്ടോ ഓർമ്മ വരുന്നത്. എൻ്റെ വീട്ടിൽ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്ന ഒരു പച്ചക്കറികളിൽ പെട്ട ഒന്നാണിത്. വീടിൻ്റെ മുറ്റത്ത് അടുക്കള ഭാഗത്തും അതേപോലെ വാർപ്പിൻ്റെ മുകളിൽ വന്ന് മുകൾക്കൊന്നും എടുത്തിരുന്നില്ല, അപ്പോൾ വാർപ്പിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ കോവക്കയുടെ ഉപ്പേരിക്കും ഇതിനൊന്നും. പിന്നെ എൻ്റെ ചെറിയ ബ്രദർ ഇത് കൊണ്ടുപോയിട്ട് അങ്ങാടി ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റിരുന്നു. അങ്ങനെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഉമ്മയും ചെറിയ ബ്രദറും തന്നെ ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെങ്കിലും കുറച്ച് മതിയല്ലോ, ബാക്കി കൊണ്ടുപോയിങ്ങാണ്ട് വിൽക്കും. അപ്പോൾ സ്കൂൾക്കാണെങ്കിലും ഈ ഒരു കൂട്ടാനുണ്ടാവും. എനിക്കാണെങ്കിൽ ഇത് കാണുന്നത് തന്നെ അലർജി ആയിരുന്നു. പിന്നെ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ അത് എപ്പോഴും കിട്ടി വേണ്ട ഇഷ്ടമല്ലാത്ത രീതിയിലെത്തിയിരുന്നു.
പിന്നെയാണ് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഒരു കലവറയാണ് ഈ കോവക്ക എന്നുള്ളതൊക്കെ അറിഞ്ഞത്. അപ്പോഴേക്കും വീട്ടിലത്തൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ ഇതിനോടുള്ള താല്പര്യം പറ്റ പോയില്ലേ. ഇപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഓരോ ടൈപ്പ് വെറൈറ്റി ആക്കി ഇങ്ങാണ്ട് ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇഷ്ടമാണ്. പക്ഷേ ഇത് വീട്ടിലത്തൊന്നല്ല കേട്ടോ, ഇത് കാക്കുൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവർ കൊടുത്തു വിട്ടതാണ്. ഒത്തിരി നേരമായിട്ടുണ്ട് തുറന്ന് വെച്ചിങ്ങാണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കാം. കോവക്ക വേവാൻ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് നന്നായിട്ട് കുറവാണ്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ ലാസ്റ്റ് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ കോവക്ക കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല, തമ്മിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ. അപ്പോൾ ആദ്യം കുറച്ച് നേരം തുറന്ന് വെച്ചൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോവണം വെക്കുക. പിന്നെ അടച്ച് വെക്കുക. അടച്ച് വെച്ച് കുക്കായതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് ഇതിലെ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിൽ തന്നെ വെച്ചുങ്ങാണ്ട്. അപ്പം നമ്മുടെ കോവക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കൊന്നും വേണ്ട. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കടായിൽ തന്നെ ഇത് വെക്കാം. ഇതിൽ തന്നെ ഇതിൻ്റെ ചൂടൊന്ന് കിടന്ന് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ കോവക്ക മെഴുക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവക്ക ലഭ്യമാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.